എന്താ നീ വിളിക്കാതെ വന്നത്? നിങ്ങൾ തമ്മിൽ വീണ്ടും പ്രശ്നമായോ? അച്ഛാ, ഞാൻ അവനെ കൊല്ലും, ഞാനും ചാവും. ഇത് സത്യ. അവിടെ ഒരു രീതിയിലും ജീവിക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ അപ്പുവിനെ കണ്ടിരുന്നു. ബിസിനസ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. പക്ഷെ മറ്റൊരു പ്രശ്നവും എന്നോട് പറഞ്ഞില്ല. അവനൊന്നും പറയില്ല. അയാൾ എന്റെ കാലന. അവനെ എനിക്ക് കൊല്ലണം. അതിന് അച്ഛൻ എന്നെ സഹായിക്കാൻ പറ്റുമോ? നീ നന്നായിട്ട് ആലോചിച്ചിട്ടാണോ പറയുന്നത്? ഒടുവിൽ നീ ദുഃഖിക്കാൻ ഇടവരരുത്. അതെ, നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെ പറയുന്നത്. എനിക്ക് അവനെ വേണ്ട. ദുഷ്ടനാ, ചതിയനാ, ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. അവനെ ഞാൻ വെറുതെ വിടില്ല. വേറെ പെണ്ണെ കെട്ടി അങ്ങനെ ഞാൻ സൂഹിക്കണ്ട. മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു മരുന്ന് തരാം. 2 തുള്ളി വീതം പാലിലോ ചോറിലോ കലർത്തി 5 ദിവസം മാത്രം. 5ാമത്തെ ദിവസം അവൻ രക്തം ഛർദ്ദിച്ച് മരിക്കും. നേരോ? നല്ല കുഴപ്പാവോ? ഒരു പ്രശ്നവുമില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും ഈ മരുന്നിന്റെ അംശം കണ്ടെത്താനാവില്ല. ഞാൻ ഏറ്റു. അവന്റെ കഥ കഴിക്കും. ഡിവേഴ്സ് വേണം പോലും. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം നീ ചെയ്യേണ്ടത് പിണക്കമെല്ലാം മറന്ന് ഒരു മുറിയിൽ കിടക്കണം. വർത്താനങ്ങളെല്ലാം പറഞ്ഞ് മരുന്ന് കലർത്തിയ ചോറ് അവന് നീ വാരിക്കൊടുക്കണം. ഇതെല്ലാം ഞാൻ ഏറ്റച്ച. 5 ദിവസം കൂടി സഹിച്ചാ മതിയല്ലോ. ഈ മരുന്ന് കഴിച്ചാൽ തലച്ചോറിലെ ഞരമ്പുകളെല്ലാം ദ്രവിക്കാൻ തുടങ്ങും. അവന്റെ ലിവർ ഉരുകി ഇല്ലാതാവും. അങ്ങനെ അവൻ മരിച്ചിരിക്കും. മരിക്കട്ടെ. ആ മരിക്കുന്ന എന്റെ കണ്ണുമുമ്പിൽ എനിക്ക് കാണണം. മരണം കാണുന്നത് നല്ലതെന്നാ പറയുന്നേ. ആ തുള്ളി മരുന്ന് താച്ചാ. എന്നാ വാ മോളെ. ഒരു കാരണവശാലും ഇത് മറ്റാരും അറിയരുത്. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം. എൻ്റെ മകളുടെ ഭാവിയാണ് എനിക്ക് വലുത്. ഇതിനു മുമ്പ് പലരിലും പരീക്ഷിച്ച് വിജയിച്ചതാണ് ഈ മരുന്ന്. അച്ഛനെ മകൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. ഇല്ല.